യെസ്. അപ്പം നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, മെയിലും ഫീമെയിലും അവരെ മാത്രം ഇതിൽ ഇട്ടിട്ടുള്ളായിരുന്നു. കുഞ്ഞുങ്ങൾ ഇതിലായിരുന്നല്ലോ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ വെക്കണം. അതിൻ്റെ മുമ്പ് ഇതിലുണ്ടായിരുന്ന പായൽ, അതുപോലെ ഇതിൽ കുറച്ച് കല്ലുകൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെറുക്കി മാറ്റി വെച്ചതാണ്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റിയിട്ട് നല്ല ഭംഗിയാക്കി കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ അവിടെ ഇവിടെ ഒളിച്ചിരിക്കാൻ ഇതിനൊക്കെ പറ്റിയൊരു ഐഡിയ ആണിത്. നല്ല കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കുക. അവർക്ക് ഇതിലോടി കളിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ഇനി തള്ള മീൻ കടിക്കാൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലൊളിച്ചിരിക്കാം. ഇതും അതുപോലെ പായലൊക്കെ അതിന് പറ്റിയ സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മ കടിക്കുമോ കഴിക്കുമോ എന്നൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. കാരണം ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങളെ അറിയില്ല. അതാണ് സംഭവം. ഇതെൻ്റെ കുഞ്ഞാണ് എന്നെന്തില്ല അറിയില്ല. അതുകൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പായലിടാം. പായൽ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു. പായൽ വെള്ളത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ നല്ലതാണ്, മീനുകൾക്ക് നല്ലതാണ്. ഒരു ചെറിയ ഫിൽറ്ററും കൂടി ഇതിൽ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, മുമ്പ് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്തായിരുന്നു അന്നുണ്ടായിരുന്നു. അത് പിന്നീട് കേടായി പോയതാണ്. പിന്നെ അത് വെച്ചിട്ടില്ല, റെഡി ആക്കിയിട്ടില്ല. പായലൊക്കെ ചുമ്മാ അതിലങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. അത് പിന്നീട് എന്ത് ചെയ്യും, അത് പൊങ്ങി വരും, ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ ഇടുന്ന കണക്കല്ല, നമ്മൾ പായലെന്ത് ചെയ്യും, പായൽ മുകളിലോട്ട് പൊങ്ങി വരും. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ ഉണ്ട്. അത് മുകളിലോട്ട് പൊങ്ങി ക്ലിയർ ആയിട്ട് നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്നത് താഴെ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെടികൾ എന്ത് ചെയ്യും, നീർന്ന് റെഡിയാക്കി വരും. അപ്പോൾ ഗൈസ് വെള്ളം ഒഴിച്ചു. നമ്മളെന്ത് ചെയ്തു, നിറയെ വെള്ളം ഒഴിക്കുക. കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇനി 2-3 ദിവസം, അതായത് ഒരാഴ്ചയൊക്കെ നല്ല ഭംഗിയുണ്ടാവും, ഈ വൃത്തിയുണ്ടാവും. പിന്നീട് വെള്ളം വീണ്ടും കുറേയൊക്കെ വൃത്തികേടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ക്ലീൻ ആക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചെറിയൊരു ഓസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ ഞാൻ ചെയ്തപ്പോൾ കണ്ടു കാണും. ആ ഓസ് വെച്ചിട്ട് അടിയിൽ നിന്ന് വേസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കും. കണ്ടോ, ഇതാണ് ഓസ്. ഇതിലിപ്പോൾ ഓൾറെഡി വെള്ളമുണ്ട്. നമ്മളൊരു തല ഇതിലേക്ക് ഇട്ടിട്ട് ഒരു തല പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പോയിക്കോളും. അപ്പോൾ ക്ലീൻ ആവും. ഇനി നമുക്ക് എന്താ സെറ്റ്, അടിപൊളി. ഇതിലേക്ക് മക്കളെയും കൂടി ഇതിലേക്ക് ആടിയട്ടെ. എന്തേ ഇന്ത്യ കിട്ടി ഇല്ലേ? കിട്ടിയോ? ഞാൻ കാണില്ലേ. സെറ്റാക്കി അല്ലേ പറ്റിയ
പോയി ഇല്ലേ ഒന്ന് വേണ്ട ഒരെണ്ണം പാടും ഉണ്ടോ? ഇതിൽ 3 പേരും കൂടെ ഇതിനകത്തുണ്ട്. പേരുണ്ട് 3 ഇല്ല ഒരെണ്ണത്തിന്. നമുക്ക് ഫുൾ ഭാഗ്യമാണ് കേട്ടോ. എന്ത് അവൾക്ക് മറ്റേ ആ വീഡിയോന്റെ ഏത് വീഡിയോ? ഏത് വീഡിയോ മുത്തേ? അതിലില്ല മറ്റേ കല്യാണ ചെട്ടിന്റെ. അത് ഫുള്ള് ഭാഗ്യം തന്നെയാണ്. ആൾക്കാർ സബ്സ്ക്രൈബർ അല്ലാത്ത കമന്റും വ്യൂവേഴ്സും ആണ് കൂടിയതിന്. നമുക്ക് ആ ഫുള്ളും ആ ഭാഗ്യല്ലേ. അതിലേക്ക് എന്തായാലും 1 മില്യൺ ആയില്ല, 1 crore-ആയി. 1 crore സബ്സ്ക്രൈബർ. അയിലോ അതില്ലേ മറ്റേ വിവേഴ്സ് എത്ര ഉണ്ട്? 1.6K. നമുക്ക് അതേക്ക് വിവേഴ്സൊക്കെ കൂടി കിട്ടിയല്ലേ. നല്ലോണം വിവേഴ്സും പിന്നെ ഇതും കിട്ടുമോ? കിട്ടി ഇല്ലേ? കിട്ടില്ലേ? കാണില്ലേ മീൻകുട്ടിയാള് ഓടിക്കൂടി പോണേ. അതാ പ്രശ്നം അല്ലേ? എല്ലാരും ഇട്ടു കേട്ടോ. ഇല്ലേട്ടാ സീറ്റ് എടുത്ത് ലൈറ്റിടാ. ഇതില്ല ഇടേ സീറ്റ് എടുത്ത് ലൈറ്റിട്ട്. ഈ ലൈറ്റ് ഇതടാ പോയിട്ടെ. അപ്പോൾ ഗൈസ് മാഷല്ലാ നമ്മളെ ഇത് സെറ്റാക്കിട്ടോ. അടിപൊളി. എങ്ങനെയുണ്ട്? കുറേ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.